എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കന്നി 1 നമ്മുടെ ചിങ്ങമാസമൊക്കെ കഴിഞ്ഞു. കന്നി മാസത്തിൻ്റെ പ്രത്യേകത അറിയാം. കന്നിവറതി എന്നാണ് കന്നിമാസത്തെ പറയുന്നത്. ഒരു ഡ്രൈ ക്ലൈമറ്റ് ആയിരിക്കും നമുക്ക് ഇനിയെന്ന് പ്രതീക്ഷിക്കാം. ഇന്ന് 1201 ആണ്ട് കന്നിമാസം 1 തീയതി 17/9/2025. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധൻ ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും ദിവസമാണ്. ഇന്ന് എല്ലാവർക്കും പൊതുവെ നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് കടക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തിക, കാല്. ഈ കൂറുകാർക്ക് അത്ര തന്നെ ഗുണകരമല്ലാത്ത ഒരു ദിവസമായിരിക്കും ഇന്ന്. എങ്കിലും ഉച്ചയോടുകൂടി മാറ്റങ്ങൾ വരുന്നതാണ്. സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങൾ കൈവരേണ്ട ആളുകൾക്ക് അതിൻ്റെ ഒരു തടസ്സം കാണുന്നുണ്ട്. പുതിയതായ ഏതെങ്കിലും സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതൊന്നും മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമായി കാണുന്നില്ല. ലോണുകൾ ലഭിക്കാനുള്ള തടസ്സങ്ങൾ കാണുന്നു. ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കയ്യിൽ പണമില്ലാത്തതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നു. മറ്റ് ഫണ്ടേഴ്സിനെയോ അല്ലെങ്കിൽ സഹായിക്കുന്ന ആൾക്കാരെയോ ഒക്കെ അന്വേഷിക്കേണ്ടതായിട്ട് കാണുന്നു. ഇത്തരത്തിൽ വളരെ സ്ട്രെസ്സുള്ള ഒരു മാനസിക സംഘർഷമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ഇത് എല്ലാ വിഭാഗക്കാർക്കും ഇന്ന് അങ്ങനെയല്ല. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. വൈദ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല. ഇന്ന് ചികിത്സ തുടങ്ങാനായിട്ട് ഒരു നല്ല ദിവസമായിരിക്കുകയില്ല. ചികിത്സ തുടങ്ങാൻ ബുധനാഴ്ച ഒട്ടും തന്നെ നല്ല ദിവസമല്ല. അത്ര തന്നെ ഗുരുതരമായ അസുഖമാണെങ്കിൽ മാത്രമേ ഇന്ന് വൈദ്യസഹായം തേടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് മാറ്റി വയ്ക്കുന്നത് നന്നായിരിക്കും. വിദ്യ തുടങ്ങാനായിട്ട് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കുട്ടികൾ ഉണ്ടാകാൻ വളരെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിനനുകൂലമായ ഒരു പ്രതീക്ഷ ഇന്ന് വന്നു ചേരുന്നതാണ്. അതിന് ചികിത്സ എടുക്കുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതാണ്. ദീർഘയാത്രയ്ക്കും അതേപോലെ വിദേശയാത്രയ്ക്കും വിദേശ ജോലികൾക്കുമൊക്കെ തുനിയുന്നവർക്ക് ഇന്ന് അനുകൂലമായ ചില മറുപടികൾ ലഭിക്കുന്നതാണ്. മൊത്തത്തിൽ ചില ചെറിയ ചെറിയ തടസ്സങ്ങൾ ഒഴിച്ചാൽ ഇന്നത്തെ ദിവസം അനുകൂലമായി തന്നെ കാണുന്നു. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. ചില അലർജി മൂലമുള്ള അസുഖം പിടിപെടാനും അതേപോലെ വിശ്രമമില്ലായ്ക കൊണ്ട് തലകറക്കം, തലവേദനയൊക്കെ അനുഭവപ്പെടാനുമൊക്കെ സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക മുക്കാല്, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ ഉച്ചവരെ അത്ര ഗുണകരമായ അനുഭവങ്ങളായിരിക്കില്ല വന്ന് ഭവിക്കുന്നത്. അവരവരുടെ അനാസ്ഥ മൂലം അല്ലെങ്കിൽ പ്രയത്നക്കുറവ് മൂലം ചില നഷ്ടങ്ങൾ വന്ന് സംഭവിക്കാനായിട്ട് ഇന്ന് സാധ്യതയുണ്ട്. എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഇതേ അനുഭവം തന്നെയാണ് ഇന്ന് കാണുന്നത്. ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതുപോലെ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ കുറച്ച് മെച്ചപ്പെട്ട ദിവസമായിരിക്കും ഇന്ന്. ബിസിനസ്സുകാർക്ക് അത്ര തന്നെ ഗുണകരമായ ഒരു ദിവസമായിരിക്കുകയില്ല. എന്നാൽ വൈകുന്നേരത്തോടു കൂടി ബിസിനസ് കുറച്ചുകൂടെ ഊർജിതമാകുന്നതായിട്ട് കാണുന്നു. ലോഹ സംബന്ധമായ ജോലി ചെയ്യുന്നവർക്ക് മെറ്റൽ എന്ന് പറഞ്ഞാൽ ബ്രാസ്, ഗോൾഡ്, സിൽവർ ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാ മേഖലക്കാർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണത്തിനൊരുങ്ങുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. സാങ്ഷൻ കിട്ടാനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് വൈകുന്നത് പോലെ തോന്നാം. ചില ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ആൾക്കാർ നമ്മളെ ഉപദ്രവിക്കുന്നതായിട്ട് നമുക്ക് തോന്നാം. നമുക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് നമ്മളിൽ ശത്രുത ഉണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് ശത്രുത ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആരെയും വെറുക്കാതിരിക്കുക, ആരെയും വെറുപ്പിക്കാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ശത്രുദോഷം ഉണ്ടാവുകയില്ല. അല്ലെ ശത്രുക്കൾ നമുക്ക് ദോഷം വരുത്തുന്നതായിട്ട് കാണുന്നു.
അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകരത്തര, തിരുവാതിര, പുണർതം മുക്കാലി. ഈ കൂറുകാർക്ക് ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഉല്ലാസമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അധികാര പദവിയിലിരിക്കുന്നവർക്ക് അത്ര തന്നെ ഗുണകരമായൊരു ദിവസമല്ല. ശാരീരികമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം പകരുന്ന ഒരു ദിവസമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും. കർഷകർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. യൂണിഫോം ഇട്ട ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. കേസ് വഴക്ക് കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. വിദ്യാഭ്യാസം ആരംഭിക്കാനായിട്ടിരിക്കുന്നവർക്കും അല്ലെങ്കിൽ വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായ മറുപടി ലഭിക്കുന്നതാണ്. ആരോഗ്യകരമായ കാര്യങ്ങളിൽ കുറച്ച് ശ്രദ്ധ വയ്ക്കേണ്ടത് ആവശ്യമാണ്. അപ്രതീക്ഷിതമായ ചില അസുഖങ്ങൾ പ്രത്യക്ഷപ്പെടാം. അതിന് തക്കതായ കാരണങ്ങൾ കണ്ടുപിടിച്ച് നമുക്ക് ചികിത്സയ്ക്ക് തയ്യാറാകേണ്ടതാണ്. ബുധനാഴ്ച ദിവസം ചികിത്സ തുടങ്ങുന്നത് നല്ലതല്ല. കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. ചില പ്രത്യേക ജോലികൾ ചെയ്യുന്നവർക്ക്, എഴുത്ത് ജോലികൾ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ സിനിമാ രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഇന്ന് വളരെ അനുകൂലമായ ദിവസമാണ്. അത്തരത്തിൽ എന്തെങ്കിലും ആരംഭം കുറിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമായൊരു ദിവസമായിരിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ദിവസമായിരിക്കും ഇന്ന്. വിദ്യാർത്ഥികൾക്ക് അത്ര നല്ല ദിവസമായിരിക്കുകയില്ല. ചില പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കാം. നല്ല കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് കാലം വളരെ വിപരീത ദിശയിലോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് കണ്ടുപിടിക്കുന്ന കൂട്ടുകാരെയും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാരും വളരെ നല്ലവരായിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുക. അതേപോലെ കൂട്ടുകാരുടെ ചില പ്രവൃത്തികൾ മൂലം നമുക്ക് ചില മാനക്ലേശങ്ങളെല്ലാം വന്നു ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നല്ല ഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. ഇനി അടുത്തതായി നമുക്ക് ബിസിനസ്സുകാരുടെ ഫലം നോക്കാം. ബിസിനസ്സുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. ഗുണാധിക്യമാണ് കാണുന്നത്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ബിസിനസ്സിലൊരു മൗഢ്യം നേരിടാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ഭൂമിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ആളുകൾക്കുമൊക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ടാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് ഗുണകരമായൊരു ദിവസമായിരിക്കും. എന്നാൽ സ്ത്രീ സംബന്ധമായ ചില വിഷയങ്ങൾ മൂലം, സ്ത്രീകളുമായിട്ടുള്ള ചില ഇടപാടുകൾ മൂലം കുറേ നഷ്ടങ്ങളോ മനക്ലേശങ്ങളോ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സ്ത്രീ എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീ, മാതാവ്, സഹോദരി, കാമുകി, പെങ്ങൾ, ഇതെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ്. അങ്ങനെ ആരിൽ നിന്നെങ്കിലുമൊക്കെ ചില വിപരീതമായ സമീപനങ്ങൾ ഉണ്ടാവുകയും മനക്ലേശം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. സ്വന്തം ജോലിയിൽ വ്യാപൃതയാകുമ്പോൾ അത് പരിഹരിക്കപ്പെടുന്നതാണ്. ചില തൊഴിലുകൾ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഉള്ളതുകൊണ്ട് അത് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഇന്ന് ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ്. അത് ഒരു നല്ല തീരുമാനമായിരിക്കും. അതേപോലെ ബന്ധുജനങ്ങളുടെ വേർപാട് വന്നു ചേരാൻ സാധ്യതയുണ്ട്. സ്വന്തം ആൾക്കാരോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് അല്ലാത്ത പക്ഷം ചില വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ വീതം സംബന്ധിച്ച് അല്ലെങ്കിൽ സ്വത്തുക്കൾ സംബന്ധിച്ച് ചില തർക്കങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യത കാണുന്നു. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അധികാരത്തിലിരിക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്ക്, കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും. വളരെ ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല.
അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. വളരെ ആശ്വാസകരമായ പല വാർത്തകളും കേൾക്കാൻ ഇടയാകും. അതേപോലെ ദൂരയാത്ര, ദീർഘയാത്ര, ദേശത്ത് ജോലി തിരക്കിപ്പോകൽ, ഇതിനൊക്കെ ഇന്ന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. മറ്റ് കായികമായ അധ്വാനമുള്ള ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായൊരു ദിവസമായി കാണുന്നു. എന്നാൽ ആയുധങ്ങൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക് ചില അപകട സാധ്യത കാണുന്നുണ്ട്. തീയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് ചില അപകടങ്ങൾ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുൻപോട്ട് പോകുക. വീട്ടമ്മമാർ അവർക്കുമൊക്കെ ഇതിനുള്ള സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ലൊരു ദിവസമാണ്. അതേപോലെ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നല്ലൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. ദൈവിക കാര്യങ്ങൾ അല്ലെങ്കിൽ വൈദിക കാര്യങ്ങൾ വൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരാര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾക്ക് തീരുമാനമുണ്ടാകുന്ന ദിവസമായിരിക്കും. സാമ്പത്തികമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു പ്രതീക്ഷ വരുന്ന ദിവസമാണ്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ഇന്ന് അതിനൊരു അയവ് ലഭിക്കുന്നതാണ്. പുതിയ ചികിത്സാ രീതികളൊക്കെ കണ്ടെത്താൻ സഹായിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. ചില കൂട്ടുകാർ നമുക്ക് സഹായഹസ്തങ്ങളുമായി വരുന്നതാണ്. നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങളുടെ തീരുമാനങ്ങൾ ഇന്ന് നടന്നേക്കാം. അതേപോലെ സ്വന്തം മക്കളെക്കുറിച്ച് ആകാംക്ഷയും ആശങ്കയുമുള്ളവർക്ക് പരിഹാരങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും. ഉന്നതന്മാരുമായിട്ട് ഉള്ള കൂട്ടുകെട്ടുകൾ ഇന്ന് ഗുണം ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ജീവിതത്തിലെ പ്രധാനപ്പെട്ട എല്ലാ നിമിഷങ്ങൾക്കും സാക്ഷ്യം വഹിക്കുന്ന പരമാത്മാവിനെ പ്രാർത്ഥിക്കുക. ഈശ്വരാധീനമാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനപരമായ ഘടകം. അതുകൊണ്ട് ഈശ്വരാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്ന ചില പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ്. കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങൾക്കൊക്കെ ഒരു ശമനമുണ്ടാകുന്നതാണ്. സാമ്പത്തികമായി കുറച്ച് പ്രതീക്ഷകൾ വരുന്ന ഒരു ദിവസമായിരിക്കും. ഉല്ലാസയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്കുള്ള ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള മറുപടിയായിരിക്കാം ലഭിക്കുന്നത്. ദീർഘയാത്ര ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ഉദ്യോഗ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ ആയുധങ്ങൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ചില അസ്വസ്ഥതകളും തടസ്സങ്ങളും ജോലി ലഭിക്കാത്ത ഒരവസ്ഥയുമൊക്കെ ഇന്ന് അനുഭവപ്പെട്ടേക്കാം. അതൊഴിച്ചാൽ ഇന്നത്തെ ദിവസം അനുകൂലമായ ഒരു ദിവസം തന്നെയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക. യോഗ, മെഡിറ്റേഷൻ ഇതൊക്കെ അനുവർത്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരം കാണാനായിട്ട് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായ യാത്ര അനിവാര്യമാണ്. യാത്രയിലൂടെ ഉണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. അതേപോലെ സാമ്പത്തികമായി കുറച്ച് നഷ്ടങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഗൃഹോപകരണങ്ങൾക്ക് റിപ്പയർ വരുന്ന ദിവസമായിരിക്കും. വളർത്തു മൃഗങ്ങൾക്ക് അപകടങ്ങൾ വരുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് ശമനം ഉണ്ടാകുന്ന ദിവസമാണ്. അതേപോലെ മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ട ഒരു ദിവസമാണ് ഇന്ന്. അവർക്ക് മനപ്രയാസമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഗുരുത്വം എന്നൊരു വാക്ക് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. നമുക്ക് മുതിർന്നവരോട് വളരെ മര്യാദയോടുകൂടി പെരുമാറുമ്പോൾ അവരുടെ മനസ്സന്തോഷം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഉണ്ടാകുന്നതാണ് ഗുരുത്വം. അതുകൊണ്ട് ആ ഗുരുത്വക്കേടൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മുതിർന്നവരെ വേദനിപ്പിക്കാതെ ഇരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൂടാതെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇന്ന് അനുകൂലമായ
ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസം തന്നെയാണ്. ഗുണാധിക്യമാണ് കാണുന്നത്. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിച്ചിരിക്കുന്ന സഹായഹസ്തങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ നല്ല കൂട്ടുകെട്ടുകളിൽ നിന്ന് അനുഗ്രഹീതമായ പല സഹായങ്ങളും വന്നു ചേരാം. ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശമനമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര തന്നെ അനുകൂലമായ ദിവസമല്ല. മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് ഗുണകരമായ ദിവസമാണ് എന്ന് കാണുന്നു. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും. ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായൊരു ദിവസമായിരിക്കും ഇന്ന്. അതേപോലെ വലിയ സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിട്ട് കാണുന്നു. കുടുംബാംഗങ്ങളിൽ ചിലർക്ക് ബുദ്ധിമുട്ടുകൾ, ശാരീരിക ക്ലേശങ്ങൾ ഒക്കെ വരാൻ സാധ്യത ഉള്ളതൊഴിച്ചാൽ, സന്താനങ്ങൾക്ക് ചില അസുഖങ്ങളൊക്കെ ഉള്ളതൊഴിച്ചാൽ പൊതുവെ നല്ല ഒരു ദിവസമായിരിക്കും ഇന്ന്. എന്നാൽ വൈകുന്നേരത്തോടുകൂടി ചില അനിഷ്ടമായ വാർത്തകൾ കേൾക്കേണ്ടി വരും. പെട്ടെന്നുണ്ടാകുന്ന എടുത്തുചാട്ടത്തിൽ തീരുമാനങ്ങളൊന്നും എടുക്കാതെ ഇരിക്കുക. വളരെ ആത്മസംയമനത്തോടു കൂടി വേണം ഇന്നത്തെ ദിവസം മുൻപോട്ട് പോകുവാൻ. വൈകുന്നേരം പ്രത്യേകിച്ചും അപ്പോൾ ചില കലഹങ്ങൾക്ക് സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങൾക്ക് ബുദ്ധിമുട്ടുകളൊന്നും കാണുന്നില്ല. അതേസമയം കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചില കാര്യവിജയവും അല്ലെങ്കിൽ സെലക്ഷൻ കിട്ടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോകുന്നത് വളരെ നന്നായിരിക്കും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസപ്രദമായൊരു ദിവസമായിരിക്കും. സംഘർഷങ്ങളൊക്കെ കുറയുന്ന ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾക്കൊക്കെ ശമനം കിട്ടുന്ന ദിവസമായിരിക്കും. അതേപോലെ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാൻ സഹായിക്കുന്ന ദിവസമാണ്. ജോലി തിരക്ക് മൂലം കുറച്ച് ശാരീരിക അസ്വസ്ഥതകൾ കാണുന്നുണ്ട്. ജോലി ഭാരം കൂടുന്ന ദിവസമാണ് ഇന്ന്. അതനുസരിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം ചിട്ടപ്പെടുത്തുക. കുടുംബവുമായിട്ട് ചില വാക്കുതർക്കങ്ങളോ അല്ലെങ്കിൽ പിണക്കമോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മനസ്സമാധാനമാണ് ഏറ്റവും വലുത്. നമ്മൾ ദേഷ്യപ്പെടുമ്പോഴാണ് നമുക്ക് തിരിച്ച ആളുകൾ നമ്മളോട് ദേഷ്യപ്പെടുന്നത്. നമുക്ക് ദേഷ്യം വന്നാലും നമ്മൾ അതിനെ അടിച്ചമർത്തുക. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ്. സാമ്പത്തിക മേഖലയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ചില നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇന്ന് നിക്ഷേപത്തിന് പറ്റിയ ഒരു ദിവസമായിരിക്കുകയില്ല. പോലീസ് വിഭാഗത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂണിഫോം ഇട്ട വിഭാഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ചില ആരോപണങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. ഒരുപാട് ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനായിട്ടൊക്കെ സാധ്യത കാണുന്നുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കുമൊക്കെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഈശ്വരാധീനം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.